വി.ഡി. സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റിൽ തിരുവമ്പാടിക്ക് കൈനിറയെ പദ്ധതികൾ. തിരുവമ്പാടി എക്കണോമിക് സോൺ, തിരുവമ്പാടി ടൂറിസം സർക്യൂട്ട്, മുക്കം ട്രാൻസ്പോർട്ട് ഹബ്ബ്, വന്യമൃഗശല്യത്തിന് പരിഹാരം എന്നിവയാണ് പ്രധാന പദ്ധതികൾ. സംസ്ഥാന നിയമസഭയിൽ വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ തിരുവമ്പാടി മണ്ഡലത്തിന് കൈനിറയെ പദ്ധതികളാണ് ലഭിച്ചത്. മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസനം എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികളാണ് മണ്ഡലത്തിന് ലഭിച്ചതെന്ന് CK കാസിം MLA പറഞ്ഞു. തിരുവമ്പാടി എക്കണോമിക് സോൺ, തിരുവമ്പാടി ടൂറിസം സർക്യൂട്ട്, മുക്കം ട്രാൻസ്പോർട്ട് ഹബ്ബ്, വന്യമൃഗശല്യത്തിന് പരിഹാരം, തിരുവമ്പാടി റിംഗ് റോഡ് ബൈപ്പാസ് എന്നിവയാണ് പ്രധാന പദ്ധതികൾ. തിരുവമ്പാടി എക്കണോമിക് സോൺ യാഥാർത്ഥ്യമായാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇൻഫർമേഷൻ ടെക്നോളജിയും ഉൾപ്പെടെയുള്ള അതിനൂതന പദ്ധതികളുടെ വ്യവസായ കേന്ദ്രമായി തിരുവമ്പാടി മാറും. തിരുവനന്തപുരത്തെ IT പാർക്കും കൊച്ചിയിലെ ടെക്നോ പാർക്കും ഉൾപ്പെടെയുള്ള തരത്തിലേക്ക് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയ്ക്ക് മാറാനാവും എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 35 കിലോമീറ്ററും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രമേ തിരുവമ്പാടിയിലേക്ക് ദൂരമുള്ളൂ എന്നതും പ്രധാനമാണ്. 75,000 പേർക്ക് ജോലി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ 8,000 കോടിയുടെ വരുമാനവും പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണിത്. CK കാസിം MLAയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും പദ്ധതി തിരുവമ്പാടിക്ക് അനുവദിച്ചത്. ഇതിനു പുറമെ മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രമായ മുക്കം കേന്ദ്രീകരിച്ച് KSRTCയുടെ ട്രാൻസ്പോർട്ട് ഹബ്ബ്, മണ്ഡലത്തിലെ താമരശ്ശേരി ചുരം മുതൽ ചാലിയാർ തീരം വരെയുള്ള ടൂറിസം സർക്യൂട്ടും തിരുവമ്പാടിയുടെ വികസന കുതിപ്പിന് കരുത്തു പകരും. വിദ്യാഭ്യാസ മേഖലയിൽ നീലേശ്വരം സ്കൂൾ, കുമാരനെല്ലൂർ സ്കൂൾ കെട്ടിടങ്ങളും, പൊതുമരാമത്ത് മേഖലയിൽ വൈശ്യംപുറം പാലം, ചീപ്പാങ്കുടി പാലം, പുതിയോട്ടിൽ കടവ് പാലം, തേക്കുംതോട്ടം പാലം, പുളിമൂട്ടിൽ കടവ് പാലം, കോടഞ്ചേരി കോളേജിന് കളിസ്ഥലം, അടിവാരത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ എന്നിവയും പ്രധാന പദ്ധതികളാണ്. മുക്കം നഗരസഭയിലെ കണക്കുപറമ്പ് പൊതുകുളം, താഴേക്കുടരഞ്ഞി വല്ലത്തായിപ്പാറ റോഡ്, ഇരുവഴിഞ്ഞിപ്പുഴ സംരക്ഷണ പദ്ധതി, കൊടിയത്തൂർ കാരാട്ട് റോഡ് ഉയർത്തൽ, തിരുവമ്പാടി KSRTC ഡിപ്പോ റോഡ്, ചേന്നമംഗലൂർ മംഗലശ്ശേരി കക്കാട് റോഡ് വീതികൂട്ടി നവീകരണം, കൂടരഞ്ഞി മാങ്കയം മരഞ്ചാട്ടി റോഡ്, വാലിലാപ്പുഴ തോട്ടുമുക്ക റോഡ്, കോടഞ്ചേരി ദിവ്യ സ്റ്റേഡിയം, തടയണമുക്ക് പാലം എന്നിവയും ബജറ്റിൽ ഉൾപ്പെട്ട പദ്ധതികളാണ്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.